നിങ്ങൾക്ക് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഷോൾഡർ പെയിൻ വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ റീസണും അതിന്റെ പരിഹാരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യമേ ഷോൾഡർ ജോയിന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ഡെൽറ്റോയിഡ് മസിൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. ഡെൽറ്റോയിഡ് മസിൽസിനെ മൂന്നായിട്ട് തിരിക്കാം: ആന്റീരിയർ, പോസ്റ്റീരിയർ ആൻഡ് മിഡിൽ. നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മൂവ്മെന്റ് എന്താണ്? ഷോൾഡർ ഹൊറിസോണ്ടൽ അഡക്ഷൻ. ഷോൾഡർ ജോയിന്റിനെ നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ലൈനിലേക്ക് അടുപ്പിക്കുക. ഈ സമയത്ത് പ്രധാനപ്പെട്ട വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് പെക്ടോറാലിസ് മേജർ, അതായത് ചെസ്റ്റ് മസിലും ആന്റീരിയർ ഡെൽറ്റോയിഡ്, അതായത് ഡെൽറ്റോയിഡ് മസിൽസിന്റെ ഫ്രണ്ട് ഭാഗവുമാണ്. ഡെയിലി ലൈഫിന്റെ മിക്ക മൂവ്മെന്റുകളും ഫ്രണ്ട് ഡെൽറ്റോയിഡ് മസിൽ ഉപയോഗിച്ചുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കൊരു കുട്ടിയെ എടുക്കണമെങ്കിലോ വെയിറ്റ് ഉള്ളൊരു സാധനം നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുത്ത് മുകളിൽ വെക്കണമെങ്കിലോ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്രണ്ട് ഡെൽറ്റോയിഡ് മസിലാണ്. നിരന്തരം നമ്മൾ ഒരു മസിൽ മാത്രമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മസിലിന് ബലം കൂടുന്നു കമ്പയർ ടു ദ ഓപ്പോസിറ്റ് മസിൽ. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും ആന്റീരിയർ ഡെൽറ്റോയിഡ് മസിൽസിന് ബലക്കൂടുതലും പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് മസിൽസിന് ബലക്കുറവായി കാണപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ശക്തമായ ആന്റീരിയർ ഡെൽറ്റോയിഡ് മസിൽസ് ഷോൾഡർ ജോയിന്റിനെ മുമ്പോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഷോൾഡർ ജോയിന്റിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും വർക്കൗട്ടിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ചെസ്റ്റ് മസിൽസിനാണ്. ഇതിന്റെ ഫലമായി ആന്റീരിയർ ഡെൽറ്റോയിഡ് മസിൽസും ചെസ്റ്റ് മസിലും കൂടുതൽ സ്ട്രോങ് ആവുന്നു. എന്നാൽ ഇത്രയും വെയിറ്റ് എടുക്കുമ്പോൾ ഷോൾഡർ ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട റിയർ ഡെൽറ്റ് മസിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത്രയൊന്നും വെയിറ്റ് താങ്ങാനുള്ള ശക്തിയില്ല. അല്ലെങ്കിൽ ഈ മസിൽസിനെ ആരും അങ്ങനെ ട്രെയിൻ ചെയ്യാറുമില്ല. ബലമോ പതുക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നു, പതുക്കെ നമുക്ക് ഷോൾഡർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ചെസ്റ്റിന് ചെയ്യുമ്പോഴുള്ള ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഷോൾഡർ ജോയിന്റിന്റെ അല്ലെങ്കിൽ ഗ്ലെനോ ഹ്യൂമറൽ ജോയിന്റിന്റെ മസ്കുലർ ഇംബാലൻസ് മാറ്റിയെടുക്കേണ്ടതാണ്. എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു. സോ വീഡിയോ മുടങ്ങാതെ കിട്ടണമെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാം.